ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആകുന്നു. അതായത് ഇന്നൊരു ദിവസം നമ്മളൊരു യാത്ര കഴിഞ്ഞ് കൊണ്ടിട്ടു, കുഴപ്പമില്ല. അതിനുശേഷം അടുത്തൊരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒരു പ്രശ്നമില്ല. പക്ഷേ 2 ദിവസം വാഹനം ഇരുന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് 2 ദിവസം അവിടെ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മൂന്നാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയാൽ സ്റ്റാർട്ടാകില്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആയിരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ വർഷം നോക്കാം. ഇതിപ്പം എൻ്റെ ഫ്രണ്ടിലുള്ള വാഹനം എന്ന് പറഞ്ഞാൽ 2019 മാറിയൊരു ബാറ്ററിയാണ്. 20, 21, 22, 23, 24 5 വർഷമായൊരു വാഹനത്തിൻ്റെ 5 വർഷമായ ബാറ്ററിയാണിത്. അപ്പോൾ ഏകദേശം ഒരു 5 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ബാറ്ററിക്ക് ഇച്ചിരി മോശമായി തുടങ്ങും. അതൊരു കംപ്ലയിൻ്റ് അല്ല, നോർമലാണ്. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ബാറ്ററി കംപ്ലയിൻ്റ് ആയി തുടങ്ങുകയാണെങ്കിൽ ഏകദേശം 5 വർഷം ആകുന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ 11 മാസത്തെ ബാറ്ററിയാണ്. 11, 19 അപ്പം 4-ാമത്തെ വർഷം 5-ാമത്തെ വർഷം ആകുന്നേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് കൊണ്ട് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പക്ഷേ ഇതൊരു പുതിയ ബാറ്ററിയാണ്. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ ചാർജ് ഇറങ്ങി പോവുകയാണെങ്കിൽ നമുക്ക് സംശയിക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, നമ്മുടെ വയറിങ്ങിൻ്റെ പ്രശ്നമായിരിക്കും. കാരണം നമ്മുടെ വാഹനത്തിൽ ഈ കറണ്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ബാറ്ററിയിൽ നിന്ന് കൺസ്യൂം ചെയ്യുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനം ഓഫായിരിക്കുന്ന ഒരു കണ്ടീഷനിൽ, അതായത് നമ്മുടെ വാഹനം എപ്പോഴാണോ ഓഫായിരിക്കുന്ന കണ്ടീഷൻ ആ സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ കാര്യത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ലോക്കിൻ്റെ കാര്യം. കാരണം സെൻട്രൽ ലോക്ക് നമ്മുടെ വാഹനം ഓഫ് ആണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ സ്റ്റീരിയോയുടെ കാര്യത്തിൽ, അതായത് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ടൈം, മെമ്മറി കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യത്തിലോട്ട് eSIM-ലോട്ടും ഒക്കെ ഒരു ലൈൻ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു രീതിക്ക് പ്രശ്നം വന്നാൽ, വയറിങ്ങിന് ഒരു പ്രോബ്ലം വന്നാലും ഈ പറഞ്ഞൊരു പ്രശ്നം കാണിക്കും. അന്നേരം നമ്മൾ വയറിങ്ങും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കും. ഓരോ അഡീഷണലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസും കാര്യങ്ങളൊക്കെ ഡിസ്കണക്ട് ചെയ്ത് നോക്കും. ഇതെല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ടും പിന്നെയും ഒരു പ്രോബ്ലം കാണുന്നില്ല, കാരണം ഒരു ഡ്രോപ്പും കാണിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ വരാൻ ചാൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഓൾട്ടർനേറ്റർ, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ മെയിൻ പവർ സോഴ്സായ ഈ കാണുന്ന ഓൾട്ടർനേറ്റർ, അവനെ നമുക്ക് സംശയിക്കാം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്ററിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വാഹനത്തിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിനെന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ, അല്ലെങ്കിൽ അതിൻ്റെ റെക്ടിഫയറിനോ അല്ലെങ്കിൽ ആ ഓൾട്ടർനേറ്ററിനകത്ത് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ കറണ്ട്, ബാറ്ററി എന്നുള്ള ചാർജ് അത് കൺസ്യൂം ചെയ്യും. അതായത് ഓൾട്ടർനേറ്റർ കൺസ്യൂം ചെയ്യും. അങ്ങനെ ഓൾട്ടർനേറ്റർ അത് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അത് ഞാൻ ഈ പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടിട്ടാൽ കുഴപ്പമില്ലായിരിക്കും. പക്ഷേ 2 ദിവസത്തിന് മുകളിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ആ വാഹനത്തിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആയിപ്പോകും. പക്ഷേ ഇങ്ങനൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ തീർത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററിക്കും കംപ്ലയിൻറ്റ് വരും എത്രയും പെട്ടെന്ന് തന്നെ. കാരണം ബാറ്ററി ഒരു കാരണവശാലും ഫുൾ ഡ്രെയിൻ ആകാൻ പാടില്ലാത്തതാണ്. ഒരു തവണയായ കുഴപ്പമില്ല, 2 തവണയായ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ 3-ാമത്തെ തവണയും പിന്നെയും മേളിലോട്ട് ആകുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ സെല്ല് കംപ്ലയിൻറ്റ് വരും. പുതിയ വാഹനമാണെന്നുണ്ടെങ്കിൽ, പുതിയ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ നമുക്കത് വാറണ്ടി മാറി കിട്ടും. പക്ഷേ ഏകദേശം ഒരു 3 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് വാറണ്ടി കിട്ടാൻ പാടായിരിക്കും. അതുകൊണ്ട് ഇങ്ങനൊരു കംപ്ലയിൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് തീർത്ത് റെഡിയാക്കി വിടേണ്ടത് അത്യാവശ്യമാണ്.